നമുക്ക് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. യൂണിറ്റിൻ്റെ പേര് ഹാർമണി ഓഫ് മാർവൽസ് എന്നാണ്. ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത്ഭുതങ്ങളുടെ ഐക്യം അല്ലെങ്കിൽ യോജിപ്പ് എന്നാണ് പറയുന്നത്. ഒരുപാട് അത്ഭുതങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. സോക്രട്ടീസിൻ്റെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. എന്താണ്? അത്ഭുതങ്ങളാണ് ലോകത്തിൻ്റെ തുടക്കം അല്ലേ? അങ്ങനെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർവേ എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം? റോബോട്ടുകൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ടാസ്ക് എന്തൊക്കെയാണ്? എന്തിനൊക്കെ നമ്മൾ റോബോട്ടിനെ യൂസ് ചെയ്യും? എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ ക്ലീനിങ്, കുക്കിങ്, അതിനൊക്കെ വേണ്ടി. പിന്നെ അതിനുപയോഗിക്കും ഹോട്ടൽസിൽ വെയിറ്ററായിട്ട്, അതുപോലെ പല പല രീതിക്ക് മെഷീൻസായിട്ട്, പിന്നെ ഫാക്ടറികളിൽ, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നമ്മൾ റോബോട്ടിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ സീൻ ഓർ ഹിയർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടുജോലിയിൽ സഹായിക്കുന്ന റോബോട്ടിനെ പറ്റി കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ എന്നാണ് അത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ്? നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ, വീട്ടിലൊരു റോബോട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുമെന്നാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും? നിങ്ങളെ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കുമായിരിക്കും, നിങ്ങളുടെ ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കുമായിരിക്കും. അപ്പം അത് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസും ഗാഡ്ജറ്റ്സിനെ പറ്റി എഴുതാനാണ്. എന്തൊക്കെയാണ്? റെഫ്രിജറേറ്റർ, അതുപോലെ പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ, കമ്പ്യൂട്ടർ, അങ്ങനെയൊക്കെ ഒരുപാട് ഡിവൈസസ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എഴുതാം. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. എ റോബോട്ട് വിത്ത് എ വൈറസ്. റൈറ്റർ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ ആണ്. അപ്പം നമുക്ക് ആദ്യം ഓഥറിനെ പറ്റി നോക്കാം. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ വാസ് ബോൺ ഇൻ മദ്രിഡ്, സ്പെയിൻ in 1973. He holds a master's degree in management. His passion for education and writing led him to create a collection of short stories for children on values. Some of his stories have been collected as an audiobook titled The Pedro Pablo Collection. His famous short stories include Red Moon, Black and White, The Lazy Little Bird, The Mocking Tiger, and The Tree and the Vegetables. അപ്പം ഓഥറിൻ്റെ പേരെന്തുവാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ. അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. അദ്ദേഹം എവിടെയാണ്? സ്പെയിനിലുള്ള ആളാണ്. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിന് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്, അതുപോലെ എഡ്യൂക്കേഷനാണ്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് തന്നിട്ടുണ്ട്, കുറച്ച് വർക്ക്സുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഓഡിയോ ബുക്കായിട്ട് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഓഥറിനെ പറ്റി. നമുക്കിനി പാഠം നോക്കാം. എ റോബോട്ട് വിത്ത് എ വൈറസ്. എന്താണ്? ഒരു റോബോട്ടാണ്. എന്തുള്ള? വൈറസ് ബാധിച്ച ഒരു റോബോട്ട്. അതാണ് ഹെഡിങ്. ഫസ്റ്റ് പാരഗ്രാഫ്. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. ഇതാണ് ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അത് തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു രാവിലെ. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലമായ സ്വർണ്ണ നിറത്തിലുള്ള സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതി മുഴുവൻ. പാരഗ്രാഫ്. It was a sunny morning. The vibrant golden sunlight danced across the street. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11.
എന്താണ്, ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്, തെളിഞ്ഞ ഒരു പ്രഭാതം. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. തെരുവ് മുഴുവൻ എന്ത്, ഊർജ്ജസ്വലമായ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം ഡാൻസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ഒരു ദിവസം. ഇറ്റ് കാസ്റ്റ് വാംത് ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ഊഷ്മളമായ എന്ത് നിറങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസ് ടോപ്സിൽ വീടുകളുടെ മുകളിലൊക്കെ ഈ വെയിലടിക്കുന്നതിനെയാണ് പറഞ്ഞേക്കുന്നത്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. ക്രിസ്പ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. ഇവിടെ നമുക്ക് തണുത്ത അതുപോലെ തന്നെ ഉന്മേഷം തരുന്ന വായുവാണ് ഉള്ളത്. ദ സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൂഫിൽ ഉണ്ടാക്കുന്ന വിൻഡോ ഉണ്ടല്ലോ, അതാണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം, പീപ്ഡ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കുക. അപ്പം ആ സ്കൈലൈറ്റ് വഴി എന്താണ്, സൂര്യപ്രകാശം റിക്കിയുടെ റൂമിലേക്ക് തുറച്ചു നോക്കുകയാണ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഇപ്പോഴും റിക്കി എവിടെയാണ്, ബെഡിലാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവൻ ഒരു 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. റിക്കി lived in a lovely futuristic house which had everything you can ever want, but he was solvenly in his habits. He just threw his belongings all over the place. റിക്കി lived in a lovely futuristic house. റിക്കി ജീവിക്കുന്നത് സ്നേഹം നിറഞ്ഞ, അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്യാധുനികമായ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളൊരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. അവന് എന്താണോ വേണ്ടിയുള്ളത് അതെല്ലാം അവിടെ ഉണ്ട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ സ്ലോവൻലി എന്ന് പറഞ്ഞാൽ അലസമായി, പക്ഷേ അവൻ്റെ പ്രവൃത്തികളിൽ എന്താണ്, അലസനാണ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ആൾ ഓവർ ദ പ്ലേസ്. അവൻ അവൻ്റെ സാധനങ്ങൾ എവിടെയാണ്, അവിടെ മുഴുവൻ എറിഞ്ഞ് എല്ലായിടത്തും വാരി വലിച്ചിട്ടേക്കുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ആൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്യും, വീടിൻ്റെ ഓരോ മൂലകളിൽ നിന്നും അവൻ്റെ സാധനങ്ങൾ പെറുക്കി എടുക്കും. ഹിസ് മദർ, ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. She always had work for Ricky. Ricky, keep your school bag in your study room. അവൻ്റെ അമ്മ, ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, അവിടെ ഒരു ബാങ്കിലെ മാനേജറാണ്. അവർ രാവിലെ തന്നെ എന്ത് ജോലിക്ക് പോകും. ഷി ആൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അവർ പോകുമ്പോൾ റിക്കിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്താണ്, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ സ്റ്റഡി റൂം. നീ നിൻ്റെ സ്കൂൾ ബാഗ് എവിടെ വെക്കണം, സ്റ്റഡി റൂമിൽ വെക്കണം. പിന്നെന്തുവാ പറയുന്നത്, റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിൻ്റെ തുണികൾ എന്ത് ചെയ്യണം, വാഷിംഗ് മെഷീനിൽ ഇടണം. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് നീ കഴുകണം. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നീ നിൻ്റെ ടീഷർട്ടും ട്രൗസറൊക്കെ അയൺ ചെയ്യണം. ആൻഡ് സോ ഓൺ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യുമോ നോക്കിക്കേ. ബട്ട് ഹി വാസ് ആൾവേസ് പ്ലേയിങ്. പക്ഷെ അവൻ എപ്പോഴും എന്ത് ചെയ്യും, കളിച്ചുകൊണ്ടേയിരിക്കും. Ricky didn't help much around the house, but he was as excited as his parents when they bought the latest model of a butler's robot. As soon as it arrived, off it went cooking, cleaning, and ironing. But the most important work it did was picking up Ricky's clothes from the floor. Ricky didn't help much around the house. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവൻ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ അവനൊരു സഹായവും ചെയ്യത്തില്ല. But he wasn't excited as his parents when they bought the latest model of a butler robot. പക്ഷേ അവന് സന്തോഷം, അല്ലെങ്കിൽ അവൻ ആവേശഭരിതനായി. എന്ത്, അവൻ്റെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ, ഒരു പുതിയ മോഡലായിട്ടുള്ള ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവന് വളരെ സന്തോഷമായി. As soon as it arrived, off it went കുക്കിംഗ്, ക്ലീനിങ്, ഹാൻഡ് ഏണിങ്. അത് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി. കുക്കിങ്ങും ക്ലീനിങ്ങും ഹാൻഡിങ് എല്ലാം, അങ്ങനെ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അത് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, റിക്കിയുടെ തറയിൽ കിടക്കുന്ന ഡ്രസ്സുകളെല്ലാം അത് എന്ത് ചെയ്യും, പറക്കി എടുക്കും. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. ഫസ്റ്റത്തെ ദിവസം when he went to sleep, റിക്കി എന്തേലും ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ his bedroom was in a disastrous state as usual. സാധാരണ പോലെ ഒരു
ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ വിനാശകരമായ എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂം മുഴുവൻ എന്താണ് അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് അറ്റ് ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷെ അവൻ പിറ്റേന്ന് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എന്താണ്, എല്ലാം വളരെ ക്ലീനായിട്ടും അതുപോലെ വൃത്തിയായിട്ടും ഇരിക്കുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അവൻ അത്ഭുതത്തോടു കൂടി നോക്കണം, എൻ്റെ റൂം ആരാണിങ്ങനെ വൃത്തിയാക്കിയതെന്ന് അവൻ ചോദിക്കുകയാണ്. In fact, it was actually too clean. Ricky couldn't find his favorite t-shirt nor his favorite football. Ma, where is my t-shirt? Where is my ball? He pestered his mother. In fact, it was actually too clean. അത് വളരെ നല്ല വൃത്തിയാക്കിയിരുന്നു. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്. അദ്ദേഹത്തിന് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട് കാണാനില്ല. പിന്നെ എന്ത് കാണാനില്ല? നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അവൻ്റെ ഫേവറേറ്റ് ഫുട്ബോളും കാണാനില്ല. അപ്പോൾ അവൻ അമ്മയോട് ചോദിക്കുകയാണ്, മാ, വെർ ഈസ് മൈ ടീഷർട്ട്, വെർ ഈസ് മൈ ബോൾ? എൻ്റെ ബോളും ടീഷർട്ടും എവിടെയെന്ന് അവൻ അമ്മയോട് ചോദിക്കുകയാണ്. ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേ നടന്നു. He could not find his things. Even after he had searched up and down, he asked himself, where could they have gone? എന്ത് ചെയ്യാണ്? He could not find his things. Even after he had searched up and down. അവൻ വീട് മുഴുവൻ മുകളിലും താഴെ അല്ലെങ്കിൽ വീട് മുഴുവൻ പരിശോധിച്ചിട്ട് എന്ത് ചെയ്തില്ല, അത് കിട്ടിയില്ല. He asked himself. അവനോട് തന്നെ ചോദിച്ചു, എന്താണ്, where could they have gone? അത് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ്. However much he searched during the day, those two items did not reappear, and the same was to happen with other things too. എന്താണ്, however much he searched during the day. അവൻ പിന്നെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ those two items did not reappear. reappear എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. ആ രണ്ട് സാധനങ്ങളും തിരിച്ച് പ്രത്യക്ഷപ്പെട്ടില്ല. and the same was to happen with other things too. അതുപോലെ മറ്റുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കാണാതാവാനായിട്ട് തുടങ്ങി. Ricky cast a suspicious eye on the gleaming butler robot. I think it's his handiwork, he thought. എന്താണ്, റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ. സസ്പീഷ്യസ് ഐ എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായി നോക്കാൻ തുടങ്ങി. ആരെ? ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിനെ സംശയാസ്പദമായി നോക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. ഇതിൻ്റെ കൈപ്പണിയാണോ എന്നവൻ ചിന്തിക്കുകയാണ്. ഹീ തോട്ട്. അവൻ ചിന്തിച്ചു. He hatched a plan to spy on the robot and began following it around the house. Finally, he caught it red-handed while it was picking up one of his clothes. Ricky followed the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. He hatched a plan to spy on the robot. Hatched എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്തു. അവനൊരു പ്ലാൻ ആസൂത്രണം ചെയ്തു. എന്താണ്? സ്പൈ ഓൺ റോബോട്ട്. റോബോട്ടിൻ്റെ ചാരനാവാൻ വേണ്ടി ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തു. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. എന്നിട്ട് റോബോട്ടിന് ചുറ്റും അല്ലെങ്കിൽ റോബോട്ടിൻ്റെ പുറകെ വീടിന് ചുറ്റും എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അവസാനം എന്ത് ചെയ്തു, ആ കരങ്ങളെ അവൻ പിടിച്ചു. എന്താണ്? വൈൽ ഹി വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അവൻ്റെ ഒരു ഡ്രസ്സ് അത് എടുക്കുന്നത് ആര് കൈയോടെ പിടിച്ചു? നമ്മുടെ റിക്കി കൈയോടെ പിടിച്ചു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി എന്ത് ചെയ്തു? ഒരു സൗണ്ടും ഉണ്ടാക്കാതെ അതിനെ പിന്തുടർന്നു. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. എന്ത് കണ്ടു? റോബോട്ട് ആ ഡ്രസ്സ് നല്ല രീതിക്ക് മടക്കി എവിടെ വയ്ക്കുന്നു? സ്റ്റോർ റൂമിൽ. പൈലെന്ന് പറഞ്ഞാൽ തൂൺ പോലെ അവൻ്റെ ക്ലോത്ത്സ് അവിടെ കൊണ്ട് വെച്ചേക്കാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ അവിടെ കൊണ്ട് വെക്കുകയാണ് ആര്? നമ്മുടെ റോബോട്ട്. Off he went, running to his parents. Father, this butler robot is faulty. He was fixed my things. I think they programmed him badly. Let us send him off. Absolutely not. Father shook his head. He was an expert in robotics. He had been delighted with the new butler. It was a dream come true. But Ricky was obstinate. I want to get rid of him.
എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. എന്താണ്? ഓഫ് ഹി വെന്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. അവൻ എങ്ങോട്ട് പോയി? ആരുടെ അടുത്തേക്ക് ഓടിപ്പോയി? പാരൻസിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. എന്നിട്ട് അച്ഛനോട് എന്താ പറയുന്നത്? ഈ ബട്ട്ലർ റോബോട്ട് ഫോൾട്ടി എന്നത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടാണെന്നാണ് പറയുന്നത്. ഹി വാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. ഫ്ലിച്ച്ഡ് എന്ന് പറഞ്ഞാൽ അപഹരിക്കുക. എന്താണ് ഫിൽച്ചഡ് എന്ന് പറഞ്ഞാൽ അപഹരിക്കുക. എൻ്റെ സാധനങ്ങളൊക്കെ ഈ റോബോട്ട് അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. അത് തെറ്റായ രീതിക്കാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് us send him off. അതുകൊണ്ട് അതിനെ പറഞ്ഞു വയ്ക്കണമെന്ന് പറയാണ്. അബ്സല്യൂട്ട്ലി നോട്ട് എന്ന് പറഞ്ഞാൽ തികച്ചും സാധ്യമല്ല എന്ന് അച്ഛൻ പറയാണ്. ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. തലയാട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. റോബോട്ടിൽ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു റോബോട്ടാണ് ആര്? ഈ ബട്ട്ലർ റോബോട്ട്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ഈ ബട്ട്ലർ റോബോട്ട് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും എന്താണ്? സന്തോഷവാനാണ് ഈ ഒരു ബട്ട്ലർ റോബോട്ട് ഉള്ളതുകൊണ്ട്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ഒരു സ്വപ്നമാണ് എന്ത് സത്യമായിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. ബട്ട് റിക്കി എങ്ങനെയുള്ള കുട്ടിയാണ് നമ്മൾ പറഞ്ഞല്ലേ? ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ശാഠ്യമുള്ള കുട്ടിയാണ്. അപ്പം ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. പക്ഷേ എനിക്കിതിനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് അവൻ പറയാണ്. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. ഒരു ചൂടായിട്ടുള്ള വാദപ്രതിവാദം അവിടെ അച്ഛനും മകനും തമ്മിൽ നടക്കുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയും മതി.